അടൂർ ഏനാത്ത് അച്ഛനെയും മകനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 7 വയസ്സുകാരനായ മകനെ കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം. തട്ടാരുപടി സ്വദേശി മാത്യു ടി അലക്സും മകൻ മെൽവിനുമാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തട്ടാരുപടി പാറക്കാട്ട് വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന മാത്യു പി അലക്സിനെയും 7 വയസ്സുള്ള മകനെയുമാണ് രാവിലെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാത്യുവിന്റെ 5 വയസ്സുകാരനായ ഇളയ മകൻ ആൽവിനാണ് ഇരുവരെയും മരിച്ച നിലയിൽ ആദ്യം കണ്ടത്. ആൽവിൻ തന്നെയാണ് അയൽവാസികളെ വിവരമറിയിച്ചതും. നാട്ടുകാർ ഏനാത്ത് പോലീസിനെ വിവരമറിയിച്ചതോടെ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം മാത്യു അലക്സ് ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മാത്യുവും 2 മക്കളും മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. ഭാര്യ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ഇരുവരും തമ്മിൽ ഏറെ നാളായി അകർച്ചയിലായിരുന്നു. മാത്യു അലക്സ് മദ്യപാനിയാണെന്നും മദ്യലഹരിയിലാണ് കൃത്യം ചെയ്തതെന്നുമാണ് നിഗമനം. ന്യൂസ് 18 പത്തനംതിട്ട. മൂന്നാറിൽ റവന്യൂ ഭൂമി കയ്യേറി ആരംഭിച്ച അനധികൃത നിർമ്മാണം തടഞ്ഞ് പ്രദേശത്ത് പഞ്ചായത്ത് ബോർഡ് സ്ഥാപിച്ചു. മൂന്നാർ ഇക്കാനഗറിൽ റിസോർട്ടിനുൾപ്പെടെ 3 കെട്ടിടങ്ങളാണ് അനധികൃതമായി നിർമ്മിച്ചിരുന്നത്. കയ്യേറ്റം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ നടത്തിയ പരിശോധനയിലാണ് റവന്യൂ ഭൂമിയും തോട് പുറമ്പോക്കും കയ്യേറി ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതായി കണ്ടെത്തിയത്. അനുമതിയില്ലാതെ അവധി ദിവസങ്ങളുടെ മറവിലാണ് നിർമ്മാണം നടത്തിയത്. മൂന്നാർ ഏരിയയിൽ റവന്യൂ ഇൻവെസ്റ്റ് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കെ യാതൊരുവിധ അനുമതിയുടെയും പിൻബലമില്ലാതെ പുറമ്പോക്ക് ഭൂമി കയ്യേറി കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് പഞ്ചായത്ത് ഇന്നേ ദിവസം ഏറ്റെടുത്തിട്ടുള്ളതാണ്. ഇത്തരത്തിൽ 3 കെട്ടിടങ്ങളാണ് ഇന്ന് ഏറ്റെടുത്തിട്ടുള്ളത്. പ്രാങ്കിന്റെ പേരിൽ പെൺകുട്ടികളോട് മോശമായി പെരുമാറിയ യുവാക്കളെ നെയ്യാറ്റിൻകര പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആനാവൂർ സ്വദേശിയായ മിഥുൻ, പാലിയോട് സ്വദേശി കണ്ണൻ എന്നിവരാണ് പിടിയിലായത്. നെയ്യാറ്റിൻകര കോൺവെന്റ് റോഡിൽ വെച്ചാണ് ഇവർ പെൺകുട്ടികളോട് മോശമായി പെരുമാറിയത്. മുഖംമൂടി ധരിച്ചെത്തി സ്കൂൾ വിദ്യാർത്ഥികളെ സമ്മതമില്ലാതെ ശരീരത്ത് സ്പർശിക്കുകയായിരുന്നു. നാട്ടുകാരാണ് CCTV ദൃശ്യങ്ങളടക്കം ചേർത്ത് പോലീസിൽ പരാതി നൽകിയത്. നെയ്യാറ്റിൻകര സ്കൂൾ പരിസരത്തിന് പുറമെ ഉണ്ടൻകോട്, ചെമ്പൂർ പ്രദേശത്തും ഇവരുടെ ആക്രമണം നടന്നിട്ടുണ്ട്. കായംകുളം കൃഷ്ണപുരം മുക്കടയിലെ ഹോട്ടൽ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി പണം തട്ടിയ കേസിലെ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇടുക്കി ചിന്നക്കനാലിൽ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച് കൊള്ളപ്പലിശ സംഘത്തിൽപ്പെട്ട പ്രതികൾ ഉൾപ്പെടുന്ന സംഘത്തെയാണ് കനത്ത പോലീസ് സുരക്ഷയിൽ തെളിവെടുപ്പിനെത്തിച്ചത്. മുക്കടയിലെ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയ അതേ ദിവസം തന്നെ കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലും യുവാവിനെ കഴുത്തിൽ കത്തിവെച്ച് തട്ടിക്കൊണ്ടുപോയതിനും ഇവർക്കെതിരെ കേസെടുത്തു. കൃഷ്ണപുരത്ത് ഒരു കാട്ടൂസ് കിച്ചൺ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഈ സാമ്പത്തികമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മീറ്റർ പലിശയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അവിടുത്തെ അതിൻ്റെ ഓണറെ കാറിൽ തട്ടിക്കൊണ്ടുപോയതായിട്ട് ഒരു വിവരം കിട്ടുകയും കേസെടുക്കുകയും, കൂടാതെ ഇതേ ടീം തന്നെ കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലും അപ്രകാരം ഒരു പലിശയുമായി ബന്ധപ്പെട്ട് അക്രമം നടത്തിയായിട്ട് വിവരം കിട്ടി കേസ് രജിസ്റ്റർ ചെയ്തു. ഈ കേസിൻ്റെ അന്വേഷണം നടത്താൻ വരെ ഈ പ്രതികൾ മൂന്നാറുണ്ടെന്നുള്ള വിവരം കിട്ടി. മൂന്നാറിൽ ചെന്ന് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥരെ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. ആ കേസിലെ പ്രതികളെയാണ് ഇന്ന് മൂന്നാർ പോലീസ് റിമാൻഡ് ചെയ്ത പ്രതികളെ കായംകുളം പോലീസ് കസ്റ്റഡി വാങ്ങി അവരെ ചോദ്യം ചെയ്ത് ഇന്ന് തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് ഉള്ള മുഴുവൻ പ്രതികളും ഇപ്പം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് അതിൻ്റെ നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒറ്റപ്പാലത്ത് തമിഴ്നാട് സ്വദേശിയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ 3 പേർ അറസ്റ്റിൽ. ഒറ്റപ്പാലം സ്വദേശികളായ മുഹമ്മദ് അൻസാർ, ജാഫർ, അസൈനാർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട് സ്വദേശി 29-കാരനായ കാർത്തിക് പാവാടയുടെ പക്കലിൽ നിന്ന് 15,000 രൂപ ഭീഷണിപ്പെടുത്തി കൈക്കലാക്കിയതാണ് കേസ്. ഇയാളെ ഭാരതപ്പുഴയുടെ സമീപത്തേക്ക് കൊണ്ടുപോവുകയും ഭീഷണിപ്പെടുത്തി കയ്യിലുണ്ടായിരുന്ന പൈസ കൈക്കലാക്കുകയുമായിരുന്നു. പയ്യന്നൂരിലെ ഗാന്ധി പാർക്കിലെ രാഷ്ട്രപിതാവിന്റെ പ്രതിമയോട് അനാദരവ് കാണിച്ച സംഭവത്തിൽ പരാതിയിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്തു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ജയരാജ് നൽകിയ പരാതിയിലാണ് പയ്യന്നൂർ പോലീസ് കേസെടുത്തത്. സ്വാതന്ത്ര്യ സമരകാലത്തെ 2ാം ബർദോളി എന്നറിയപ്പെട്ട പയ്യന്നൂരിൽ ഗാന്ധിജി എത്തുമ്പോഴുള്ള പ്രായം കണക്കാക്കി വടിയില്ലാതെ നടക്കുന്ന ഗാന്ധി ശില്പമായിരുന്നു പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സ്ഥാപിച്ചിരുന്നത്. ഈ ശില്പത്തിന്റെ കയ്യിലാണ് സാമൂഹ്യവിരുദ്ധർ വടി തിരുകി കയറ്റിയത്. നാട്ടിൽ കലാപമുണ്ടാക്കാനുള്ള ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് പോലീസ് കേസെടുത്തത്.
മഴ പെയ്തതോടെ ഇടുക്കിയിൽ മലയോര ഹൈവേ നിർമ്മാണം നടക്കുന്ന പാതയിലൂടെയുള്ള യാത്ര ദുരിതപൂർണമായി. രാത്രിയാകുന്നതോടെ ഗതാഗത തടസ്സവും ഇവിടെ പതിവാണ്. മലയോര ഹൈവേ നിർമ്മാണം പുരോഗമിക്കുകയാണ്. എന്നാൽ മഴ എത്തിയതോടെ ഇതുവഴിയുള്ള യാത്ര ഏറെ ദുരിതപൂർണമായി. ചെളി നിറഞ്ഞ വഴികളിലൂടെ സാഹസിക യാത്രയാണ് ഡ്രൈവർമാർ നടത്തുന്നത്. ഞങ്ങൾ ഒരു മണിക്കൂർ കഴിഞ്ഞൊക്കെയാണ് വണ്ടി അവിടെ നിന്ന് വന്നത്. വേറെ ചെറുവണ്ടികൾ വേറെ വഴി കൂടെ ഒന്ന് കയറ്റി വിടാനുള്ള എന്നതിൽ ഒരു റെഡിയാക്കണം. അല്ലെങ്കിൽ ഇത് ഉള്ള വണ്ടി എല്ലാവരും വന്ന് ചില വണ്ടികൾ അവിടെ വന്ന് വണ്ടി താന്നു പോവുക. അതുപോലെ ചെള്ളകളോ അല്ലെ വേറെ മക്കളോ എന്തെങ്കിലും ഒക്കെ ഇട്ട് ഇതെങ്ങനെയും ഒരു പ്രതിസന്ധി ഇത് മാറണമെന്ന് ഞാൻ പറയുന്നത്. പലപ്പോഴും വലിയ ഗതാഗത കുരുക്കാണ് ഇവിടെ. സമാന്തര റോഡുകളും യാത്രായോഗ്യമല്ല. ഓട്ടോ ഡ്രൈവർമാരുടെ അവസ്ഥയാണ് ഏറെ പരിതാപകരം. ഓട്ടം പോയാൽ കിട്ടുന്ന തുക അറ്റകുറ്റപ്പണിക്ക് പോലും തികയില്ല. ചില സമയങ്ങളിൽ താന്നുപോയിട്ട് കെട്ടി വലിച്ചു കയറ്റുന്ന ഒരു ഗതികേട്ടിലോട്ടാവുന്നിരിക്കുന്നത്. അതുപോലെയാണ് ഇപ്പം ഹൈവേ പണി നടക്കുന്നത്. പണിയായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് ഉണ്ടാകുന്നത്. എങ്കിൽപ്പോലും അത് കുറേ കൂടി ഒന്ന് കൺട്രോൾ ചെയ്ത് എന്തെങ്കിലും ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. പകൽ സമയത്ത് ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ആളുകളെ നിർത്തിയിട്ടുണ്ടെങ്കിലും രാത്രികാലങ്ങളിൽ ഇവരുടെ സേവനം ലഭ്യമല്ല. റോഡിൽ മുഴുവൻ ചെളി നിറഞ്ഞതോടെ കാൽനട യാത്രക്കാരും ദുരിതത്തിലാണ്. പകൽ സമയങ്ങളിൽ റോഡിലെ വണ്ടികൾ നിയന്ത്രിക്കുന്ന ആൾക്കാരുണ്ട്. രാത്രി വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റോഡ് മുഴുവൻ കുണ്ടും കുഴിയായിട്ട് ചെളി നിറഞ്ഞിട്ട് ഇപ്പം ഇരുചക്രവാഹനങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അപകട ഭീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം വൈ റോഡുകൾ വഴി നമ്മളെ കയറ്റിവിട്ടാലും ആ റോഡുകൾ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് ഒന്നെങ്കിൽ ട്രാഫിക് ജാം അല്ലെങ്കിൽ കുറേ സമയങ്ങളിൽ അവിടെ കിടക്കേണ്ട ഒരു അവസ്ഥയായി. ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങളാണ് പലപ്പോഴും ഗതാഗത കുരുക്കിൽ പെട്ടുപോകുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഇടവേള. കാർഷിക കേരളം. എൺപതാം വയസ്സിലും കൃഷിയെ നെഞ്ചിലേറ്റി എറണാകുളം കുട്ടമ്പുഴ സ്വദേശി റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ CP വർഗീസാണ് കൃഷിയിൽ സജീവമായിരിക്കുന്നത്. കുട്ടമ്പുഴ കുറ്റിയാംചാൽ സ്വദേശി ചേലപ്പുറത്ത് CP വർഗീസ് എന്ന നാട്ടുകാരുടെ CP സാറിന് അധ്യാപനവും കൃഷിയും ജീവിതമായിരുന്നു. 25 വർഷങ്ങൾക്ക് മുൻപ് കുട്ടമ്പുഴ സ്കൂളിൽ നിന്നും വിരമിച്ച ഇദ്ദേഹം വാർദ്ധക്യത്തിലും കൃഷിയെ കൈവിട്ടില്ല. വർഷങ്ങൾക്ക് മുൻപ് ജോലി ആവശ്യവുമായി ബന്ധപ്പെട്ട് തൊടുപുഴയിൽ നിന്നും കുട്ടമ്പുഴയിലെത്തിയതാണ് ഇദ്ദേഹം. കർഷക കുടുംബത്തിൽ ജനിച്ച വർഗീസ് ജോലിക്കൊപ്പം കൃഷിക്കും സമയം കണ്ടെത്തി. അതിരാവിലെ തൂമ്പയുമായി പറമ്പിലേക്കിറങ്ങും. റബ്ബർ, തെങ്ങ്, വാഴ, വിവിധയിനം ഫലവൃക്ഷങ്ങൾ, പച്ചക്കറികൾ, മീൻ, വളർത്തുമൃഗങ്ങൾ എന്നിവയുടെ പരിപാലനം ഇപ്പോഴും ഇദ്ദേഹം തന്നെയാണ്. സ്ഥലം മേടിച്ചു, കുടുംബമായിട്ട് വന്നു. പിന്നെ പലതരം കൃഷികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സ്കൂൾ ജോലി സമയത്ത് വെക്കേഷൻ ദിവസങ്ങളിലൊക്കെ ജോലി ചെയ്തിരുന്നു. പിന്നെ ഇപ്പോൾ 25 കൊല്ലമായി പെൻഷനായി. അതുകൊണ്ട് ഫുൾ ടൈം ഇപ്പോൾ കാർഷിക വൃത്തിയിലാണ് ജോലിക്കുന്നത്. ഇപ്പോൾ എനിക്കുള്ളത് കൂടുതലുള്ളത് റബ്ബറാണ് ഉള്ളത്. റബ്ബർ ടാപ്പ് ചെയ്യാൻ ആൾ വേണം. പിന്നെ തെങ്ങുണ്ട്. പിന്നെ മറ്റ് കുറേ പച്ചക്കറി കൃഷികളുണ്ട്. റംബുട്ടാനുണ്ട്, കപ്പയുണ്ട്, ചേന, ചേമ്പ്, പിന്നെ വഴുതന തുടങ്ങിയ പലതരം കൃഷികളുണ്ട്. CP വർഗീസ് എല്ലാവർക്കും മാതൃകയാണെന്ന് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS സിബി പറയുന്നു. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് CP സാറ് വലിയ അനുഗ്രഹമാണ്. വലിയൊരു കർഷകനാണ്. അധ്യാപകനുപരി പെൻഷൻ പറ്റിയിട്ട് 25 വർഷമായി. പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടവേളകളിലും പകൽ രാവിലെയുള്ള സമയങ്ങളിലെല്ലാം കൃഷി സാറ് ചെയ്യുമായിരുന്നു. പെൻഷൻ പറ്റിയ ശേഷം സാറിനെ കാണുന്ന തൂമ്പില്ലാതെ കാണാൻ കഴിഞ്ഞിട്ടില്ല. സാർ എപ്പോഴും പറമ്പിലായിരിക്കും. തൂമ്പ വാക്കത്തിയൊക്കെ ആയിട്ട് എപ്പോഴും കൃഷി സ്ഥലത്തു നിന്നാണ് സാറിനെ ഞങ്ങൾ പലപ്പോഴും പകൽ വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃഷി നൽകുന്ന സന്തോഷം വലുതാണെന്നാണ് CP സാറിന്റെ പക്ഷം. ന്യൂസ് 18 കോതമംഗലം. കൊട്ടാരക്കര വാളകം CSI ബദിര വിദ്യാലയത്തിൽ നടത്തിയ കൃഷിയിൽ 100 മേനി വിളവെടുപ്പ് ആഘോഷമാക്കി വിദ്യാർത്ഥികൾ. ഒഴിവു സമയമെല്ലാം കുട്ടികൾ കൃഷിക്കായി മാറ്റിവെച്ചു. മണ്ണിനെ സ്നേഹിച്ച് അവർ നേടിയത് 100 മേനി വിളവ്. വിളവെടുപ്പിന് കുട്ടികൾക്കൊപ്പം മന്ത്രി P പ്രസാദും ഒത്തുചേർന്നു. അത്രമേൽ ഈ കുഞ്ഞുങ്ങൾ ഈ ചെടിയെയും അല്ലെങ്കിൽ കൃഷിയെയും എല്ലാം ഹൃദയത്തോടൊപ്പം ചേർത്ത് വെച്ചു. അതിനെ നല്ല വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. തക്കാളി, വെണ്ട, കരിമ്പ്, വഴുതന, പയർ, മുളക് എന്നിവയുടെ വിളവെടുപ്പാണ് നടന്നത്. വിഷരഹിത പച്ചക്കറികൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന് നൽകും. കാർഷിക മികവിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരവും സ്കൂളിന് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. ആഫ്രിക്കൻ ഒച്ച ശല്യം മൂലം ജീവിക്കാനാകാത്ത അവസ്ഥയിലാണ് പാലക്കാട് ചാത്തന്നൂർ നിവാസികൾ. കാർഷിക വിളകൾ നശിപ്പിക്കുകയും ജനങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതായി നാട്ടുകാർ പറയുന്നു. തിരുവിറ്റക്കോട് പഞ്ചായത്തിലെ ചാത്തന്നൂരിലാണ് ജനങ്ങൾ ഒച്ചുകളെ കൊണ്ട് ദുരിതം നേരിടുന്നത്. 4 വർഷമായി ഒച്ചുശല്യം രൂക്ഷമായിട്ട്
മാസങ്ങൾ കടന്നുപോയപ്പോൾ എണ്ണം പെരുകി. എല്ലാ വർഷവും ഉപ്പിട്ട് ഒച്ചിനെ നശിപ്പിക്കുമെങ്കിലും മഴ പെയ്താൽ വീണ്ടും ഇരട്ടിയാകും. മതിലിലും മരങ്ങളിലുമായി ആയിരക്കണക്കിന് ഒച്ചുകളാണ് പറ്റിപ്പിടിച്ചിരിക്കുന്നത്. കൃഷിക്കും ഭീഷണിയാണ്. കുടിവെള്ള സ്രോതസ്സുകളിലും ഒച്ചിന്റെ ശല്യമുണ്ട്. ഇപ്പോൾ ചാത്തന്നൂർ 1 വില്ലേജ് പരിസരത്ത് ഏതാണ്ട് പഞ്ചായത്തിൻ്റെ പകുതി പ്രദേശങ്ങളിൽ ഈ ഒച്ച് ശല്യം വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. കർഷകർക്ക് പച്ചക്കറി കൃഷി ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ രീതിയിൽ പച്ചക്കറി കൃഷി ഒക്കെ തന്നെ നശിപ്പിക്കുകയാണ്. സ്കൂളിൽ ജൈവ വൈവിധ്യ ഉദ്യാനം അതിനെ നശിപ്പിച്ചു, പച്ചക്കറി തോട്ടം നശിപ്പിച്ചു. ചുറ്റുപാടുകളുള്ള കർഷകരുടെ ഒരു പച്ചക്കറി പോലും ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ സങ്കീർണമായിരിക്കുകയാണ്. ഒച്ചശല്യത്തിന് പരിഹാരം കാണാൻ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിൽ യോഗം ചേരാനും തീരുമാനമുണ്ട്. ഒച്ചിന്റെ വിസർജ്യം കടുത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 പട്ടാമ്പി. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ജലസുരക്ഷാ നീന്തൽ പരിശീലനത്തിന് തുടക്കമായി. ഫയർഫോഴ്സിന്റെയും സിവിൽ ഡിഫൻസിന്റെയും നേതൃത്വത്തിലാണ് പരിശീലനം. ജലാശയ അപകടങ്ങൾ ഒഴിവാക്കുകയാണ് ലക്ഷ്യം. ഇതിനായി നാടൊരുമിക്കുകയാണ്. മേലാറ്റൂർ പഞ്ചായത്തിലെ വേങ്ങൂർ പള്ളിപ്പടിയിൽ 80 കുട്ടികളാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. കിലുക്കം ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പരിശീലനം. ജലസുരക്ഷാ ബോധവൽക്കരണവും ജലാശയ അപകടങ്ങളെ നേരിടാനുള്ള മാർഗങ്ങളും വെള്ളത്തിൽ വീണ ആളുകളെ രക്ഷപ്പെടുത്തേണ്ട വിധവും കുട്ടികളെ പരിശീലിപ്പിക്കുന്നുണ്ട്. പെരിന്തൽമണ്ണ ഫയർഫോഴ്സിന്റെയും സിവിൽ ഡിഫൻസിന്റെയും നേതൃത്വത്തിലാണ് പരിശീലനം. ന്യൂസ് 18 പെരിന്തൽമണ്ണ. അപകടകരവും സാഹസികത നിറഞ്ഞതുമായ പാമ്പുപിടുത്തം സേവനമാക്കിയ മുഹമ്മദ് റഷാദ് എന്ന ഓട്ടോ ഇലക്ട്രീഷ്യനെ പരിചയപ്പെടാം. മലപ്പുറം കാളികാവ് ചെങ്കോട് സ്വദേശിയായ വടക്കേങ്ങര മുഹമ്മദ് റഷാദ് എപ്പോഴും വിളിപ്പുറത്തുണ്ട്. റഷാദ് കൗതുകത്തിന് തുടങ്ങിയതാണ് പാമ്പുപിടുത്തം. താൽപര്യമുണ്ടെങ്കിലും പിന്നീട് അപകട സാധ്യത മനസ്സിലാക്കിയതോടെ വനംവകുപ്പിന് കീഴിൽ വിദഗ്ധ പരിശീലനം നേടി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി. 4 രാജവെമ്പാലകളെയും 50-ലേറെ മൂർഖൻ പാമ്പുകളെയും ഇതിനകം പിടികൂടി. നിലവിൽ ട്രോമ കെയർ താലൂക്ക് കമ്മിറ്റി അംഗവും RRT സ്നേക്ക് റെസ്ക്യൂ അംഗവുമാണ് റഷാദ്. ട്രെയിൻ തന്നപ്പോൾ മനസ്സിലായി പാമ്പിനെ പിടിക്കേണ്ട രീതികളും കാര്യങ്ങളൊക്കെ വേറെ മോഡലാണെന്ന് മനസ്സിലായി. ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ സാധാ പിടിക്കണ മുതലല്ല, ഹുക്ക് കൊണ്ടൊക്കെ പാമ്പിനെ പിടിക്കേണ്ടത് മനസ്സിലായപ്പോൾ പിന്നെ ആ രീതിയിലപ്പോൾ പാമ്പിനെ പിടിച്ചതൊക്കെ. ഇതിനിപ്പോൾ കഴിഞ്ഞ് നടക്കുന്ന 4 രാജാമ്പാലിനെ പിടിച്ചപ്പോൾ മെയിനായിട്ട്. പിന്നെ മൂർഖനൊക്കെ ഒരുപാട് 10-30 മൂർഖനെ പിടിച്ചു. അങ്ങനെ ഒരുപാട് പാമ്പുകളെ പിടിച്ചിരുന്നു. ഇപ്പോൾ 2020-ലാണ് റഷാദിന് പാമ്പ് പിടിക്കാനുള്ള ലൈസൻസ് കിട്ടിയത്. കൂടെ പരിശീലനം നേടിയ മറ്റ് 2 പേർ വിദേശത്തുപോയി. ഇതോടെ ചോക്കാട്, കാളികാവ്, കരുവാരക്കുണ്ട്, തുവൂർ പഞ്ചായത്തുകളുടെ മുഖ്യ ചുമതല റഷാദിനായി. 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെയാണ് ഈ യുവാവ് ജനങ്ങളുടെ ഭീതി അകറ്റി സുരക്ഷിതരാക്കുന്നത്. ന്യൂസ് 18 തിരൂർ. മസ്കുലർ ഡിസ്ട്രോഫി രോഗം മൂലം ജീവിതം വീൽചെയറിലായി പോയവർക്ക് സഞ്ചരിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹനം പുറത്തിറക്കി. രോഗം ബാധിച്ച് ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മൈൻഡ് ട്രസ്റ്റാണ് ഈ ആശയത്തിന് പിന്നിൽ. ജീവിതം വീൽചെയറിലേക്ക് ഒതുങ്ങിപ്പോയവർക്ക് ഈ കാഴ്ചകൾ ഒരുപാട് സന്തോഷം നൽകും. ഓട്ടോമാറ്റിക് സംവിധാനമുള്ള വീൽചെയർ ആണെങ്കിൽ ആരുടെയും സഹായമില്ലാതെ വാഹനത്തിലേക്ക് കയറിയിറങ്ങാനും കഴിയും. മസ്കുലർ ഡിസ്ട്രോഫി, സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിതരായവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മൊബിലിറ്റി ഇൻ ഡിസ്ട്രോഫിയുടെ വീൽസ് ഓൺ വീൽ എന്ന പദ്ധതിയുടെ ഭാഗമായി കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ സഹകരണത്തോടെയാണ് ആശയം പ്രാവർത്തികമാക്കിയത്. ഞങ്ങളെ പോലുള്ളവർക്ക് ഡിസബിലിറ്റി ബാധിച്ച വീടിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു പോയിട്ടുള്ള കുറേ ആളുകളുണ്ട്. ഈ ഒരു കേരളത്തിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ളൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറില്ല. ഇപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. പക്ഷേ എങ്ങനെ പോകണം എന്ന് ആലോചിച്ചിട്ട് അത് വേണ്ടാന്ന് വയ്ക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇന്ന് CSR ഫണ്ട് ഉപയോഗിച്ചിട്ട് ഷിപ്പ്യാർഡ് നമുക്കൊരു വണ്ടി അനുവദിച്ചിരിക്കുകയാണ്. ആ വണ്ടിയാണ് ഇപ്പോൾ പുറകിൽ കാണുന്നത്. രോഗബാധിതരെ സഹായിക്കണമെന്ന ആശയം സമൂഹത്തിൽ ശക്തിപ്പെടുന്നതായി ഡോക്ടർ അരുൺ സദാശിവൻ പറഞ്ഞു. ഒരു അസുഖം ഉള്ളതുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത് ഒരുപാട് കാര്യങ്ങളാണ്. പഠിക്കാനുള്ള അവസരം, ജോലി ചെയ്യാനുള്ള അവസരം, സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള അവസരം. ഈ 2023-ലും ഒരു വ്യക്തിക്ക് മസ്കുലർ ഡിസ്ട്രോഫി ഉള്ളതുകൊണ്ട് അവന് എല്ലാം നഷ്ടപ്പെടുകയാണ്. അതെന്തുകൊണ്ടാണ്? ഇനിയും നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. രോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവുമായി
സ്റ്റെപ്പിംഗ് ടുവേർഡ്സ് ഇക്വിറ്റി പദയാത്ര നടത്തുകയാണ് ഡോക്ടർ അരുൺ സദാശിവൻ. രോഗബാധിതരായവർക്ക് സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് കൈത്താങ്ങാവുകയാണ് മൈൻഡ് എന്ന സംഘടന. ന്യൂസ് 18 കൊച്ചി. കാസർഗോഡ് മൈച്ച തേജസ്വിനി പുഴയിൽ ആവേശത്തിരയിളക്കി നാടൻ വള്ളംകളി മത്സരം. മൈച്ച പോപ്പുലർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വള്ളംകളി മത്സരത്തിൽ അഴീക്കോടൻ അച്ചാംതുരുത്തി ജേതാക്കളായി. ബ്രദേഴ്സ് ചാത്തമത്താണ് 2ാം സ്ഥാനം നേടിയത്. മൈച്ച തേജസ്വിനി പുഴയിലായിരുന്നു നാടിനാവേശമായ വള്ളംകളി മത്സരം. ആവേശം തിരതല്ലിയ മത്സരത്തിൽ 32 ടീമുകളാണ് തുഴയെറിഞ്ഞത്. കരുത്തും ആവേശവും തുഴ പിടിച്ചപ്പോൾ തേജസ്വിനിയുടെ ഓളപ്പരപ്പിൽ മിന്നും പ്രകടനമായി. ഇഞ്ചോടിഞ്ച് മത്സരത്തിനൊടുവിൽ അഴീക്കോടൻ അഞ്ചാംതുരുത്തി 1ാം സ്ഥാനം നേടി. ബ്രദേഴ്സ് ചാത്തമത്തിനാണ് 2ാം സ്ഥാനം. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാലകൃഷ്ണൻ നായർ മത്സരം ഉദ്ഘാടനം ചെയ്തു. കോച്ച് KC ഗിരീഷ് വിജയികൾക്ക് ഉപഹാരം സമ്മാനിച്ചു. ക്ലബ് അംഗം KV ശ്രീജേഷ് അധ്യക്ഷനായി. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രതിനിധി TV കൃഷ്ണൻ, വാർഡ് മെമ്പർ ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് 18 ചെറുവത്തൂർ. സർക്കാരിന്റെ ഭൂപരിഷ്കരണ നിയമം ഒരു തരത്തിലും ഇടുക്കിയിലെ കർഷക ജനതയ്ക്ക് സഹായകരമല്ലെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. ഭൂപരിഷ്കരണ ചട്ട ഭേദഗതി നിയമമാവുമ്പോൾ ഉദ്യോഗസ്ഥ തേർവാഴ്ചയ്ക്ക് മാത്രമേ സഹായിക്കുകയുള്ളൂവെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇടുക്കിയിലെ ജനങ്ങൾ സന്തോഷവാന്മാരാണോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിച്ച നിലയിലല്ല ഈ നിയമ ഭേദഗതി വന്നിരിക്കുന്നത്. ഗവൺമെന്റിനെ അധികാരപ്പെടുത്തിക്കൊണ്ട് ഇന്ന് വരെ നമ്മുടെ പട്ടയ വസ്തുവിലുണ്ടായിരുന്ന നിർമ്മിതികളൊക്കെ ക്രമവൽക്കരിക്കാം എന്നുള്ള ഒരു ഭേദഗതിയാണ് വന്നിരിക്കുന്നത്. വലിയ ഉദ്യോഗസ്ഥ തേർവാഴ്ചയ്ക്കും അഴിമതിക്കും ഫൈൻ ഈടാക്കലിനും ഒക്കെ തന്നെ ഇടവരുത്തുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അത് ജനവിരുദ്ധമായൊരു നടപടിയായിട്ടാണ് UDFും ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാനും കാണുന്നത്. സത്യത്തിൽ ഒരു ചട്ട ഭേദഗതിയിലൂടെ കാലാനുസൃതമായിട്ടുള്ള പരിഷ്കരണങ്ങളും വികസന പദ്ധതികളും ആകാം എന്നുള്ള ഒരു ഭേദഗതി മാത്രമേ നമുക്ക് ആവശ്യമായിരുന്നു. ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കേരള ഷോപ്പ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയീസ് ഫെഡറേഷൻ CITU സംഘടിപ്പിക്കുന്ന സംസ്ഥാന വാഹന പ്രചാരണ ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. 30-ന് നടക്കുന്ന രാജ്ഭവൻ മാർച്ചിന്റെ പ്രചാരണാർത്ഥമുള്ള ജാഥ 26-ന് തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ സമാപിക്കും. CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ് ജാഥ ക്യാപ്റ്റനും ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ P സജിക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. പുനലൂർ ചെങ്കോട്ട ദേശീയപാതയുടെ വശങ്ങൾ തകർന്നിട്ടും നവീകരിക്കാൻ നടപടിയില്ല. ഇടപ്പാളയത്താണ് റോഡ് തകർന്ന് അപകട ഭീഷണി ഉയർത്തുന്നത്. 2 വർഷം മുൻപ് ശക്തമായ മഴയിലാണ് റോഡിന്റെ വശങ്ങൾ ഇടിഞ്ഞു താഴ്ന്നത്. ഭാരം കയറ്റിയെത്തുന്നതുൾപ്പെടെ ചെറുതും വലുതുമായ 100 കണക്കിന് വാഹനങ്ങൾ ദിവസവും പോകുന്ന പാതയിലാണ് ഈ അപകടാവസ്ഥ. ദേശീയപാതയുടെ ഇടപ്പാളയം ഭാഗത്ത് ആറിനോട് ചേർന്ന് 50 മീറ്ററോളം ഭാഗത്താണ് തകർന്നത്. റോഡ് തകർന്ന് അപകട ഭീഷണി ഉയർത്തുന്ന സ്ഥലത്ത് ബാരലുകൾ വെച്ചതല്ലാതെ ഇതുവരെ സംരക്ഷണ ഭിത്തി കെട്ടുകയോ തകർന്ന ഭാഗം പുനഃസ്ഥാപിക്കുകയോ ചെയ്തിട്ടില്ല. 8 മാസത്തിന് ശേഷം 3 വണ്ടി ആക്സിഡന്റായി. ഒരു വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ അതിനുള്ള സുരക്ഷകളോ കാര്യങ്ങളോ ഒരുക്കിയിട്ടില്ല. ഒറ്റ ലൈനിലെ വണ്ടി പോകത്തില്ല. അന്യായ പള്ളുവിളിയും കൂടെ തമിഴന്മാരും ബംഗാളികളും എല്ലാം കൂടെ വണ്ടിയിൽ ഓടുന്ന ആൾക്കാർ ഭയങ്കര തെറിവിളിയാണ്. ഒരു വണ്ടി ക്രോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ 1/2 മണിക്കൂർ നിൽക്കേണ്ടി വരും. ഹൈവേക്കകത്തോട് ഓടുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ വണ്ടികളാണ് നമ്മുടെ ഈ റോഡിൽ ഓടുന്നത്. അതായത് 75 ടണ്ണും കയറ്റിയുള്ള വണ്ടിയാണ് ഈ റോഡിൽ കൂടെ പോകുന്നത്. 22 വീലം വണ്ടി. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ വണ്ടി ഒന്ന് പിടിക്കാൻ പറ. റോഡിന്റെ ശോചനീയാവസ്ഥയും അപകടസ്ഥിതിയും പ്രദേശവാസികളും ജനപ്രതിനിധികളും ദേശീയപാത അധികൃതരെ അറിയിച്ചെങ്കിലും പുനർനിർമ്മിക്കാൻ നടപടിയുണ്ടായില്ല. റോഡ് തകർന്ന ഭാഗത്ത് വാഹനങ്ങൾ കുടുങ്ങിക്കിടന്ന് മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്നതും പതിവാണ്. ന്യൂസ് 18 പുനലൂർ. തിരുവനന്തപുരം വർക്കല നഗരസഭയിൽ നിന്നും ബില്ല് മാറിക്കിട്ടുന്നില്ലെന്ന് കരാറുകാരന്റെ പരാതി. വർക്കല സ്വദേശി ദീനിലാണ് പരാതിയുമായി രംഗത്തെത്തിയത്. 2009-2010 കാലഘട്ടത്തിലാണ് വർക്കല LPGS സ്കൂളിന്റെ നിർമ്മാണം കരാറുകാരനായ ദിനിൽ ഏറ്റെടുക്കുന്നത്. 5 ക്ലാസ് മുറികളും സ്റ്റെയർകേസും നിർമ്മിക്കാനായിരുന്നു കരാർ. SSA ഫണ്ട് ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം തുടങ്ങിയത്.
നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് പണി പൂർത്തിയാക്കാനായിരുന്നു തീരുമാനം. അന്നത്തെ നഗരസഭാ ചെയർമാനായിരുന്ന KR ബിജുവിന്റെയും സ്കൂൾ പ്രധാനാധ്യാപകന്റെയും മേൽനോട്ടത്തിലായിരുന്നു നിർമ്മാണം തുടങ്ങിയത്. 2010 നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനവും നടത്തി. എന്നാൽ കരാറുകാരന് അഡ്വാൻസ് തുക മാത്രമേ കിട്ടിയുള്ളൂ എന്നും നിരവധി തവണ വർക്കല നഗരസഭയിൽ കയറിയിറങ്ങിയിട്ടും ഫയലുകൾ കാണാനില്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും ദിനിൽ പറയുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ 30 വർഷമായിട്ട് വാടക വീട്ടിൽ താമസിക്കുന്ന എനിക്ക് ഇനി ആത്മഹത്യയല്ലാതെ വേറൊരു വഴിയില്ല. ഞാൻ അത്രയും കടത്തിൽ നിൽക്കുകയാണ്. അതിൻ്റെ പേരിൽ ഗവൺമെൻറ് ഭാഗത്ത് എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഇതിന് വേണ്ടുന്നൊരു തീരുമാനങ്ങൾ എടുക്കണം. കാരണം വെച്ചാൽ ഞാൻ എഴുതി കൊടുത്തിരിക്കുന്ന ഓരോ വിവരാവകാശത്തിനും അവരെഴുതിയിരിക്കുന്ന മറുപടികളെന്ന് പറഞ്ഞാൽ പലതും പല രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഫയലുകളെല്ലാം ഇവർ മാറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട SSA ഫണ്ടും അതിനകത്തെല്ലാം തിരിമറികൾ നടത്തി ഇവർ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. 22 ലക്ഷത്തിലേറെ രൂപയാണ് സ്കൂൾ ക്ലാസ് റൂം നിർമ്മാണത്തിനായി കരാറുകാരന് ചിലവായത്. ഇതിൽ 10 ലക്ഷം രൂപ മാത്രമാണ് അഡ്വാൻസ് ഇനത്തിൽ ലഭിച്ചത്. സർക്കാർ വർക്കലയിൽ സംഘടിപ്പിച്ച അദാലത്തിലും പരാതി നൽകിയിരുന്നു. അന്ന് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണുമെന്ന് നഗരസഭാ സെക്രട്ടറി ഉറപ്പു നൽകി. എന്നാൽ ഫയലുകൾ കാണാനില്ലെന്ന സ്ഥിരം പല്ലവി തന്നെയാണ് ഇപ്പോഴും അധികൃതർ പറയുന്നതെന്ന് ദിനിൽ പറയുന്നു. പണം ലഭിക്കാത്തതിനെ തുടർന്ന് കടുത്ത സാമ്പത്തിക ബാധ്യതയിലാണ് ഇദ്ദേഹം. ന്യൂസ് 18 വർക്കല. നാട്ടുവർത്തമാനം പൂർണ്ണമാവുന്നു. നമസ്കാരം.